നല്ല തിരക്കുണ്ടെന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ കുറേ സംഭവങ്ങളും ഉണ്ട്. H&M വെറും 200 രൂപയ്ക്ക് ഗൈസ്. ഒരു കെട്ടിന് 100 രൂപ. ഇത് CK ഒക്കെയാണ്. 1800 ഉണ്ട്. ഒറിജിനലിന് ഇത്ര മെസ്സ് ഉണ്ടെന്ന്. എങ്ങോട്ടാ പോകുന്നത്? ഷോപ്പിങ്ങിന് പോവാണ്. വന്നോട്ട് ഷോപ്പിംഗ്. വെൽക്കം ടു ദിൽനാൻഡി ചാനൽ. Oh, thank you. Don't forget to like and subscribe and comment. Okay. യപ്പോ എന്താ പറയല്ലേ? ഈ യപ്പൻ ഇപ്പോഴും നാണം മാറിയിട്ടില്ല. ഷോപ്പിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും പെർട്ടിക്കുലർലി കുറച്ച് സാധനങ്ങളെ കിട്ടുള്ളൂ. അതായത് ചില സ്ഥലത്ത് കാഷ്വൽസ് മാത്രം, ചില സ്ഥലത്ത് ജ്വല്ലറീസ് മാത്രം, അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ അത് കിട്ടുന്ന വെച്ചിട്ട് ചില മാർക്കറ്റിൽ പോകുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ചെയ്യും. അതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു കാര്യം. മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതേപോലത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒരുപാടുണ്ടാവും. എനിവേസ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. കടല വാങ്ങിച്ചിട്ട് കഴിച്ചോണ്ട് പോവാം നമ്മളല്ലേ. വലിയ കടല അല്ലേ. എല്ലാ വലിയ കമ്പനികളും ലൊക്കേറ്റ് ചെയ്തിട്ടൊരു സ്പോട്ടാണ്. കൊഡാക്, ഇന്ത്യൻ ഓയിൽ, പിന്നെ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, എന്തൊക്കെയാണ് വലിയ അബർട്ടിൻ്റെ ഒക്കെ വലിയ ബാങ്ക് ഓഫ് ബറോഡ ഒക്കെ ഉണ്ട് ഇവിടെ. SBI. We are heading to Bandra. എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ ലൈറ്റ്സ് കണ്ട ഭാഗമാണ്. ഫൈനലി ആഫ്റ്റർ കുറേ നേരത്തെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇതിനെയൊക്കെ കൊണ്ട് എങ്ങനെ ഷോപ്പ് ചെയ്യുന്നു ദൈവത്തിനറിയാം. നല്ല തിരക്കുണ്ടെന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ കുറേ സംഭവങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലായത്. കൈ പിടിക്കോ വിട്ടുപോയ. ഓ മൈ ഗോഡ്, നല്ല തിരക്കുണ്ട്, കുറേ സംഭവങ്ങളും ഉണ്ട്. നമ്മളൊരു നിമിഷം സ്റ്റക്കായി. നിന്റെ ചിക്കൻ കറിയൊക്കെ അവിടെ കിടക്കുന്നത്. സാറയൊക്കെ റോഡിലുണ്ട്. സാറാന്ന് പേര് മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. ഡാഡ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുവന്നിട്ട് നെയ്ച്ചായേ. ഇങ്ങനെ പോവാണ്. പുല്ലുമിഠായി വരെ ഉണ്ട് ഇവിടെ. ഏയ് ചിക്കൻ കറി ഇവിടെ ഉണ്ടല്ലേ. भैया कितना है? 1800 है. थोड़ा कम करो ना. 300. ये ला क्या सेल है व्हाइट में जो है? हाई सफाई 200-300 തരൂലെന്നാ പറയുന്നത്. വേണ്ട, कॉर्ड सेट कितना है भैया? दिस वन 850 എന്നാ പിന്നെ ബ്രാൻഡ് പോയി ഞാൻ പറയാം. 850,000 क्या പറയും? 200 കൊള്ളല്ലേ. അല്ല വിൽക്കുന്നത് 350ക്കാണ് എടുക്കുന്നത്.
400 300 എടുക്കും അത്ര തന്നെ. ആ അത് സോൾ സ്റ്റോർ ബൈ എ ബ്ലാക്ക് कितना है 200 ആ എടുത്തോ 200 രൂപയ്ക്ക് ഇനി എവിടെയാ ടീഷർട്ട് ഇട്ടുണ്ട്. H&M വെറും 200 രൂപയ്ക്ക് ഗൈസ്. ഒരുപാട് വെറൈറ്റി കിടപ്പുണ്ട്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം, അപ്പൊ കുറച്ച് തരും. എങ്ങനെയുണ്ട് വൈദേഹി? എങ്ങനെയുണ്ട്? റേറ്റിംഗ് ഐ കൻ ഗിവ് 8 out of 10. 950 പോലും അതിന് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ഒരുപാട് കഷ്ടപ്പെടും. 800 ഉണ്ട്. ഒറിജിനലിന് ഇത്ര മെസ്സ് ഉണ്ടെന്ന് അറിയില്ല. മിറർ കോപ്പി ആവുമല്ലോ, മിറർ കോപ്പി. ബട്ട് ഇറ്റ്സ് നൈസ് ആക്ച്വലി. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കൊള്ളാം അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ മാർക്കറ്റാണ്. कितना है? കേട്ടോ ചെരുപ്പോട് ചെരുപ്പ്, മൊത്തത്തിൽ ചെരുപ്പ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ചെരുപ്പ്. इधर है 200 में, इधर है 200 में, इधर है ड्रिंक कैचर जीन्स कार्गो बैगी वगैरह. നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ പിള്ളേരെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിശപ്പിന് മാത്രം ഒരു പഞ്ഞുമില്ല. ഏത് നേരം വിശക്കുന്നു പറയും, ഒന്നും വാങ്ങാൻ പറ്റില്ല. ഈ സ്ട്രീറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു KFCയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. KFC മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഞാൻ എന്തൊക്കെയും ഉണ്ടോയെന്ന് അറിയില്ല. എന്താ മോച്ചിയൊക്കെ അവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. ഒന്നും നോക്കാൻ പറ്റും തോന്നുന്നില്ല രമണ. അതാണ് നമ്മളെ അവസ്ഥ. പിള്ളേരെയും കൊണ്ടൊന്ന് ആരും ഈ വഴിക്ക് പോലും വരരുത്. യമ്മി ചിക്കൻ. ഈ KFC തിന്നാൽ ഈ പിള്ളേർക്ക് മതിയാകത്തുമില്ല. എപ്പോഴും KFC. ഇവിടെ വന്നിട്ട് തന്നെ 4ാമത്തെ പ്രാവശ്യം KFC കഴിക്കാൻ പോകുന്നു. ഫുഡ് വന്നാ? യെസ് വെയിറ്റർ. ചോക്കോലാവ കേക്ക്, പെപ്സി, ചിക്കൻ ഫ്രൈ. പിന്നെ അതെന്താ ആദ്യം കൊണ്ട് വെക്ക് നോക്കട്ടെ. സ്ട്രിപ്സ്. എല്ലാരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കഴിക്കാല്ലേ. ഛർദിക്കാൻ വരുവേ, കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോ. പറയുന്നോടെ അതങ്ങോട്ട് മാറ്റി വെച്ചതൊക്കെ അങ്ങോട്ട് വെച്ചേ. രണ്ടാൾക്ക് എത്തണ്ട. ഹോയ് ഹോയ്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഏതാ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.